ഹായ് ഓൾ, എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ ഫെബ്രുവരി 28-ന് ഇൻ്റർവ്യൂ പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്സാണ് കേട്ടോ. ഫെബ്രുവരി 28-ൻ്റെ പ്രത്യേകത അറിയാമല്ലോ അല്ലേ, നാഷണൽ സയൻസ് ഡേ ആണ്. അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു നാഷണൽ സയൻസ് ഡേ എന്ന് പറയുന്നത് നമ്മുടെ CV രാമൻ അല്ലേ, രാമൻ ഇഫക്റ്റ് കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഫെബ്രുവരി 28 എന്ത് ചെയ്യുന്നത്, നമ്മുടെ നാഷണൽ സയൻസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം 1928 അല്ലെങ്കിൽ 1928 ഫെബ്രുവരി 28-നാണ് CV രാമൻ എന്ത് കണ്ടെത്തുന്നത്, രാമൻ ഇഫക്റ്റ് അല്ലെങ്കിൽ രാമൻ പ്രതിഭാസം എന്ന് പറയുന്ന ഫിസിക്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രതിഭാസം കണ്ടെത്തുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടെത്തലിന് അദ്ദേഹത്തിന് നോബൽ സമ്മാനവും കിട്ടുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഏഷ്യൻ ടു റിസീവ് ദ നോബൽ പ്രൈസ് ഇൻ ഫിസിക്സ് അല്ലെ, ഫിസിക്സിൽ നോബൽ പ്രൈസ് നേടുന്ന ആദ്യത്തെ ഏഷ്യക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ആരാണ്, നമ്മുടെ CV രാമനാണ് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതിനൊരു കഥയുണ്ട്. ഇദ്ദേഹം രാമൻ ഇഫക്റ്റ് കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കഥയാണ് പറയുന്നത്. ഇദ്ദേഹം ഒരിക്കൽ ലണ്ടനിൽ നിന്നും തൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഇദ്ദേഹം കപ്പലിലാണ് യാത്ര ചെയ്യുന്നത് കേട്ടോ. കപ്പലിലാണ് 1921 കേട്ടോ ഇദ്ദേഹം കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന് പെട്ടെന്ന് തോന്നി, എന്താണ് നമ്മുടെ കടൽ ജലത്തിന് നീല നിറമായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കാം ഈ കടൽ ജലത്തിന് നീല നിറം തോന്നിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് ഒരു സംശയം തോന്നി. പിന്നീട് അദ്ദേഹം എന്തായിരുന്നു ഇതിൻ്റെ പുറകിലുള്ള ആ ഒരു കാര്യം കണ്ടെത്താനായിട്ടുള്ള ശ്രമമായിരുന്നു. കടല് സത്യത്തിൽ എന്താണ് നീല നിറം തന്നെയാണോ, അല്ലെങ്കിൽ നമുക്ക് നീല നിറത്തിൽ തോന്നിപ്പിക്കുന്നതാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് ഡൗട്ടായി. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, ഇത് കണ്ടെത്താമെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ പുറകെ കൂടുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നീണ്ട വർഷങ്ങളായിട്ടുള്ള കണ്ടെത്തലിനെ തുടർന്ന് 1928 ഫെബ്രുവരി 28-ന് അതിനുള്ള റീസൺ അദ്ദേഹം കണ്ടെത്തി അല്ലേ, രാമൻ പ്രതിഭാസം, രാമൻ ഇഫക്റ്റാണ് ഇതിനുള്ള കാരണമെന്ന് കണ്ടെത്തി. അപ്പോൾ നമ്മുടെ കടൽ ജലത്തിൻ്റെ അല്ലെങ്കിൽ സമുദ്രത്തിൻ്റെ നീല നിറത്തിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ അത് സ്കാറ്ററിംഗ് ആണ് അല്ലേ, നമ്മുടെ സൂര്യപ്രകാശത്തിൻ്റെ സ്കാറ്ററിംഗ് ആണ്, വിസരണമാണ് ഇതിന് കാരണമാകുന്നത്. നമ്മൾ എന്താണ് നമ്മുടെ വിബ്ജിയോർ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇതിൽ വേവ് ലെങ്ത് ഈ സ്കാറ്ററിങ്ങിൻ്റെ ഇൻറ്റൻസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഘടകമാണ് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ആ ഒരു തരംഗത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു നിറത്തിൻ്റെ വേവ് ലെങ്ത് അനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്, സ്കാറ്ററിങ്ങിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്നത്. ഇപ്പം നമ്മുടെ സൂര്യനിൽ നിന്നും എന്താണ് സൺലൈറ്റ് വന്ന് പാർട്ടിക്കിൾസിൽ പതിക്കുമ്പോഴത്തേക്കും ഈ പാർട്ടിക്കിൾസിന് എന്ത് കിട്ടുന്നുണ്ട്, എനർജി കിട്ടുന്നുണ്ട്. ഇത്രയും ആ ഒരു എനർജി തന്നെ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തേക്ക് കാണിക്കുന്നുമുണ്ട്. ആ പുറത്തേക്ക് കാണിക്കുന്ന എനർജിയാണ് നമുക്ക് കാണുമ്പോഴത്തേക്കും വിവിധ നിറങ്ങളായിട്ട് തോന്നിപ്പിക്കുന്നത്. ഇപ്പോൾ എന്താണ് നമ്മുടെ ദൃശ്യപ്രകാശത്തിൽ വിബ്ജിയോർ നമ്മൾ എടുത്താൽ അതിൽ തരംഗ ദൈർഘ്യം കുറവായിട്ടുള്ളത് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ ആ ഒരു പാർട്ടിൽ വരുന്ന നിറങ്ങൾക്ക് എന്താണ് തരംഗ ദൈർഘ്യം അല്ലെങ്കിൽ വേവ് ലെങ്ത് എന്തായിരിക്കും, കുറവാണ്. ഓക്കെ, മറ്റേ എൻഡിൽ വരുന്ന നമ്മുടെ റെഡ്, ഓറഞ്ച് ഈ പറയുന്ന നിറത്തിനൊക്കെ എന്താണ് വേവ് ലെങ്ത് കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്താണ് വേവ് ലെങ്ത് കുറഞ്ഞ നിറങ്ങൾക്ക് സ്കാറ്ററിംഗ് ഇൻറ്റൻസിറ്റി കൂടുതലാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നമ്മുടെ വിബ്ജിയോറിൽ വേവ് ലെങ്ത് കുറവായിട്ട് വരുന്നത് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ ആ ഒരു നിറങ്ങൾക്കാണ് വേവ് ലെങ്ത് കുറവായിട്ട് തോന്നുന്നത്. അപ്പോൾ ഇതിൽ ഈ 3 നിറങ്ങളുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും ഇതെല്ലാം നീലയുടെ ഒരു വിഭാഗങ്ങളായിട്ടാണ് പറയുന്നത്. ഇപ്പോൾ വയലറ്റ് ആയിക്കോട്ടെ, ഇൻഡിഗോ ആയിക്കോട്ടെ, ബ്ലൂ ആയിക്കോട്ടെ, ഇതെല്ലാം നീലയുടെ വിവിധ വിഭാഗങ്ങളായിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്താണ് വേവ് ലെങ്ത് കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ നിറങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതലായിട്ട് സ്കാറ്ററിങ്ങിന് വിധേയമാകുന്നുണ്ട്. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ തുടങ്ങിയ നിറങ്ങൾ കൂടുതലായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സൺലൈറ്റ് വന്ന് പതിക്കുമ്പോൾ സ്കാറ്ററിങ്ങിന് വിധേയമാകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് നീല നിറത്തിൽ കാണാനായിട്ട് കഴിയും. ദ്രാവകങ്ങളുടെ ഉപരിതലത്തിൽ വന്ന് സൂര്യപ്രകാശം പതിക്കുമ്പോഴുള്ള കാര്യമാണ് പറയുന്നത്, നമുക്കത് നീല നിറമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മുടെ കടൽ ജലത്തിന് നീല നിറമായിട്ട് തോന്നിക്കുന്നത്, അല്ലെങ്കിൽ സ്കാറ്ററിംഗ് എന്നുള്ള പ്രതിഭാസമാണ് കടൽ ജലത്തിന് നീല നിറം തോന്നിപ്പിക്കുന്നതെന്ന് ആര് കണ്ടെത്തുന്നു, CV രാമൻ കണ്ടെത്തുന്നു. ആ ഒരു പ്രതിഭാസത്തിന് രാമൻ ഇഫക്റ്റ് അല്ലെങ്കിൽ രാമൻ പ്രതിഭാസം എന്നാണ് വിളിക്കുന്നത്. ഇതിന് പിന്നിലെ ലോജിക്ക് എന്തെന്ന് വെച്ചാൽ വേവ് ലെങ്ത് കുറയുമ്പോൾ സ്കാറ്ററിങ്ങിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലെ സയൻസ് എന്ന് പറയുന്നത്. വേവ് ലെങ്ത് കുറയുമ്പോൾ സ്കാറ്ററിങ്ങിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുകയും ആ ഒരു പ്രകാശം നമുക്ക് കൂടുതലായിട്ട് അനുഭവപ്പെടുകയും ചെയ്യുന്നു. ഇപ്പോൾ ബ്ലൂ കളറിന് കൂടുതൽ
സ്കാറ്ററിങ്ങിന് വിധേയമാകുന്നുണ്ട്. കാരണം ആ ഒരു ബ്ലൂ റേഞ്ചിൽ വരുന്ന കളറുകൾക്ക് എന്താണ് വേവ് ലെങ്ത് കുറവാണ്. അപ്പോൾ ഇദ്ദേഹം CV രാമൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് കണ്ടെത്തുന്നുണ്ട്. 1987 മുതലാണ് നമ്മൾ ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനം അല്ലെ, നാഷണൽ സയൻസ് ഡേ ആയിട്ട് ആചരിക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ എന്താണ്, നമ്മുടെ CV രാമൻ എന്ന് പറയുന്നത് ഭാരതീയനായ ഒരു പ്രശസ്ത ശാസ്ത്രജ്ഞനാണ്. CV രാമൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഫിസിക്സിനാണ് നോബൽ പ്രൈസ് കിട്ടിയത്. അപ്പോൾ എന്തിനാണ് നോബൽ പ്രൈസ് കിട്ടിയതെന്ന് ചോദിച്ചാൽ രാമൻ ഇഫക്റ്റ് കണ്ടെത്തിയതാണ്. അപ്പോൾ ഈ രാമൻ ഇഫക്റ്റ് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ കടലിൻ്റെ നീല നിറത്തിനുള്ള വിശദീകരണമാണ് രാമൻ ഇഫക്റ്റ് നൽകുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ യൂറോപ്പിലേക്കുള്ള കപ്പൽ യാത്രക്കിടയിലാണ് ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു സംശയം തോന്നുകയും അദ്ദേഹം ഇതിനെക്കുറിച്ച് ഗവേഷണം നടത്തുകയും അതിനുള്ള ഉത്തരം കണ്ടെത്തുകയും ചെയ്തത്. അപ്പോൾ ഈ ഒരു കാര്യം ഓർത്തിരിക്കുക, രാമൻ ഇഫക്റ്റുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ഇത് ആചരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ നോക്കേണ്ടത് 2025 നാഷണൽ സയൻസ് ഡേയുടെ തീം എന്താണ് എന്ന് നോക്കിയിരിക്കുക. അത് ഉറപ്പായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. 2025 തീം എന്ന് പറയുന്നത് എംപവറിംഗ് ഇന്ത്യൻ യൂത്ത് ഫോർ ഗ്ലോബൽ ലീഡർഷിപ്പ് ഇൻ സയൻസ് ആൻഡ് ഇന്നൊവേഷൻ ഫോർ വികസിത് ഭാരത് അല്ലേ. എംപവറിംഗ് ഇന്ത്യൻ യൂത്ത് ഫോർ ഗ്ലോബൽ ലീഡർഷിപ്പ് ഇൻ സയൻസ് ആൻഡ് ഇന്നൊവേഷൻ ഫോർ വികസിത് ഭാരത് എന്നതാണ് 2025 നാഷണൽ സയൻസ് ഡേയുടെ തീം എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടെ പറയാം, എംപവറിംഗ് ഇന്ത്യൻ യൂത്ത് ഫോർ ഗ്ലോബൽ ലീഡർഷിപ്പ് ഇൻ സയൻസ് ആൻഡ് ഇന്നൊവേഷൻ ഫോർ വികസിത് ഭാരത്. നമ്മളോട് ഇതിനെക്കുറിച്ചാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതെങ്കിൽ അത്യാവശ്യം നമുക്കിത് അറിയാമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ ചോദിക്കുന്നത് ഈ ഒരു നാഷണൽ സയൻസ് ഡേയുമായി ബന്ധപ്പെട്ട് നമുക്ക് സ്കൂളുകളിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ കുട്ടികൾക്ക് സയൻസിൽ അവയർനെസ് കൊടുക്കാനായിട്ട് ഈ ഒരു രാമൻ ഇഫക്റ്റിനെ കുറിച്ച് അവയർനെസ് കൊടുക്കാനായിട്ട് നമുക്ക് സ്കൂളിൽ എന്തെല്ലാം പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാൻ കഴിയുമെന്നുള്ള ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ചിലപ്പോൾ എന്താണ് ഒരു ക്ലാസ് കുട്ടികൾക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ICT ഉപയോഗിച്ച് ആ ഒരു രാമൻ ഇഫക്റ്റിൻ്റെ ഒരു വീഡിയോ നമുക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് കഴിയും, അല്ലെങ്കിൽ ക്ലാസ് മുറിയിൽ തന്നെ എക്സ്പെരിമെൻ്റ് നടത്താനായിട്ട് പറ്റും, ക്വിസ് നടത്താനായിട്ട് പറ്റും, ഡിബേറ്റ് നടത്താനായിട്ട് പറ്റും. അങ്ങനെ പല പല ആക്ടിവിറ്റീസ് നടത്തി നമുക്ക് എന്ത് ചെയ്യാം, നാഷണൽ സയൻസ് ഡേ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് സയൻസിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചാൽ അതിനുമുള്ള വ്യക്തമായ ഉത്തരം പറഞ്ഞു കൊടുക്കുക. നമ്മുടെ ഓരോ മിനിറ്റ് നമ്മൾ എന്താണ് ഓരോ സയൻസിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതിയായിരിക്കും. ഞാൻ കുറേയധികം നോക്കിയപ്പോൾ ഈ ഒരു കഥയാണ് രാമൻ ഇഫക്റ്റിന് പിന്നിൽ കണ്ടെത്തിയത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ നോക്കിയപ്പോൾ ഇതാണ് കണ്ടെത്തിയത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അവർ ചോദിച്ചാൽ, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ചോദിച്ചാൽ നിങ്ങൾ പറയുക നാഷണൽ സയൻസ് ഡേ ആണ്. അപ്പോൾ സയൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോവുക. അപ്പോൾ ഹാപ്പി ലേണിംഗ്. താങ്ക് യു ഓൾ.